ക്രിസ്മസിന് മുമ്പുള്ള 4 ആഴ്ചകൾ ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ് ആഗമനകാലം. ആഗമനകാലത്തിലെ ഒന്നാമത്തെ ഞായർ മുതൽ ക്രിസ്മസിൻ്റെ അന്നുവരെയുള്ള തയ്യാറെടുപ്പിൻ്റെ പ്രതീകമാണ് അഡ്വെന്റ് റീത്ത്. അഡ്വെന്റ് എന്ന പേര് വന്നത് വരുന്നു എന്ന് അർത്ഥമുള്ള അഡ്വാന്തൂസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. എവർഗ്രീൻ ശാലകൾ കൊണ്ടുള്ള ഈ റീത്തിന് 5 തിരികൾ നമുക്ക് കാണാം. വിശുദ്ധ കുർബാനയിൽ തിരുവസ്ത്രങ്ങളും നിറങ്ങളുമനുസരിച്ച് ആഗമനകാലം 1, 2, 4 ഞായറാഴ്ച വയലറ്റ് നിറത്തിലുള്ള തിരിയാണ് തെളിയിക്കുന്നത്. 3-ാമത്തെ ഞായറാഴ്ച റോസ് കളർ തിരിയാണ് തെളിയിക്കുന്നത്. ക്രിസ്മസിന് വെള്ളക്കളർ മെഴുകുതിരി തെളിയിക്കുന്നു. എങ്ങനെ ആഗമനകാലം ആചരിക്കണം? ആഗമനകാലത്തിലെ ആദ്യ ഞായർ പ്രവാചകന്മാരുടെ ഞായർ എന്നും പ്രത്യാശയുടെ ഞായർ എന്നും വിളിക്കപ്പെടുന്നു. അന്ന് നമ്മൾ പ്രത്യാശയോടെ വയലറ്റ് തിരിയാണ് തെളിയിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പ്രവചനമാണ് ഈ പ്രവാചക വെളിച്ചത്തിൻ്റെ അർത്ഥവും അടിസ്ഥാനവും. ഒരുക്കത്തിൻ്റെ ആദ്യ മെഴുകുതിരി വരാനിരിക്കുന്ന മിശിഹായുടെ പ്രതീക്ഷയാണ് പ്രതിനിധീകരിക്കുന്നത്. ആഗമനകാലത്തിലെ 2-ാമത്തെ ഞായർ മാലാഖമാരുടെ ഞായർ എന്നും സമാധാനത്തിൻ്റെ ഞായർ എന്നും വിളിക്കപ്പെടുന്നു. അന്ന് നമ്മൾ ഒരുക്കത്തോടെ സമാധാനത്തിൻ്റെ വയലറ്റ് തിരിയാണ് തെളിയിക്കുന്നത്. ദൈവം മാലാഖമാർ വഴി ആട്ടിടയന്മാർക്ക് നൽകിയ വെളിപ്പെടുത്തലാണ് അന്ന് തെളിയുന്ന ആ വെളിച്ചത്തിൻ്റെ അർത്ഥവും അടിസ്ഥാനവും. ആയതിനാൽ ഒരുക്കത്തിൻ്റെ ഈ 2-ാമത്തെ മെഴുകുതിരി പകർന്നു നൽകേണ്ട സമാധാനത്തെയാണ് നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ആഗമനകാലത്തിലെ 3-ാമത്തെ ഞായർ ഇടയന്മാരുടെ ഞായർ എന്നും സന്തോഷത്തിൻ്റെ ഞായർ എന്നും അറിയപ്പെടുന്നു. അന്ന് നമ്മൾ ഒരുക്കത്തോടെ റോസ് നിറത്തിലുള്ള മെഴുകുതിരിയാണ് തെളിയിക്കുന്നത്. ഈ ഞായറാഴ്ച ഗൗദത്തെ ഞായർ എന്നും വിളിക്കുന്നുണ്ട്. ഗൗദത്തെ എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം സന്തോഷിക്കുക എന്നതാണ്. ഇടയന്മാർക്ക് മാലാഖമാരിൽ നിന്ന് ലഭിച്ച സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് അന്ന് തെളിയുന്ന പിങ്ക് മെഴുകുതിരിയുടെ അർത്ഥവും അടിസ്ഥാനവും. അങ്ങനെ ഒരുക്കത്തിൻ്റെ ഈ 3-ാം മെഴുകുതിരി നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആഗമനകാല ഒരുക്കത്തിൻ്റെ 4-ാം ഞായർ ബെത്ലഹേം ഞായർ എന്നും സ്നേഹത്തിൻ്റെ ഞായർ എന്നും അറിയപ്പെടുന്നു. അന്ന് നമ്മൾ സ്നേഹത്തോടെ സ്നേഹത്തിൻ്റെ വയലറ്റ് മെഴുകുതിരിയാണ് തെളിയിക്കുന്നത്. ബെത്ലഹേമിൽ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണീശോയിലൂടെ നൽകപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ് അന്ന് തെളിയുന്ന ബെത്ലഹേം വെളിച്ചത്തിൻ്റെ അർത്ഥവും അടിസ്ഥാനവും. അങ്ങനെ ഒരുക്കത്തിൻ്റെ 4-ാം മെഴുകുതിരി ദൈവസ്നേഹത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആഗമനകാലത്തിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്മസ്. ഉണ്ണീശോയുടെ പിറന്നാൾ ദിനമായ ക്രിസ്മസ് ദിനമായ അന്ന് നാം ലോകത്തിലേക്ക് വന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തെ അർത്ഥമാക്കുന്ന വെള്ള നിറത്തിലുള്ള തിരിയാണ് തെളിയിക്കുന്നത്. വെള്ള നിറം വിശുദ്ധിയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.